ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ലെറ്റിൻ്റെ ഉപയോഗം പഠിക്കാം. ലെറ്റ് എന്ന് പറഞ്ഞാൽ അനുവദിക്കുക എന്നാണ് അർത്ഥം, അല്ലേ? അപ്പോൾ ലെറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുക നോക്കാം. അപ്പം ഞാൻ പറയട്ടെ, ഞാൻ പോകട്ടെ, ഞാൻ എഴുതട്ടെ, ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ലെറ്റ് വെച്ച് പറയുക? ഞാൻ സംസാരിക്കട്ടെ, എങ്ങനെ പറയും? ലെറ്റ് മീ സ്പീക്ക്, ലെറ്റ് മീ സ്പീക്ക്. ഞാൻ എഴുതട്ടെ, ലെറ്റ് മീ റൈറ്റ്. ഞാൻ വായിക്കട്ടെ, ലെറ്റ് മീ റീഡ്. ഞാൻ കളിക്കട്ടെ, ലെറ്റ് മീ പ്ലേ, ലെറ്റ് മീ പ്ലേ. ഇനി അവൾ കളിക്കട്ടെ, എങ്ങനെ പറയും? ലെറ്റ് ഹർ പ്ലേ, ലെറ്റ് ഹർ പ്ലേ. അവൾ എഴുതട്ടെ, ലെറ്റ് ഹർ റൈറ്റ്. അവൾ വായിക്കട്ടെ, ലെറ്റ് ഹർ റീഡ്. അവൾ കളിക്കട്ടെ, ലെറ്റ് ഹർ പ്ലേ. അവൻ എഴുതട്ടെ എന്നാണെങ്കിലോ ലെറ്റ് ഹിം റൈറ്റ്, let him write. അവൻ വായിക്കട്ടെ, let him read. അവൻ കളിക്കട്ടെ, let him play. അവൻ പോകട്ടെ, let him go. ഇനി അവർ എഴുതട്ടെ എന്നാണെങ്കിലോ let them write. അവർ കളിക്കട്ടെ, let them play. അവർ എഴുതട്ടെ, let them write. അവർ പോകട്ടെ, let them go. അവർ ഉറങ്ങട്ടെ, let them sleep. അപ്പോൾ ലെറ്റ് മീ, ലെറ്റ് ഹിം, ഇതൊക്കെ ശേഷം നമ്മൾ എന്താ വെക്കേണ്ട? ഒരു ആക്ഷൻ വെച്ച് കൊടുക്കണം. വെർബിൻ്റെ ഫസ്റ്റ് ഫോം വയ്ക്കണം. അപ്പോൾ ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ, എങ്ങനെ പറയാം? ലെറ്റ് മീ ടേക്ക് റെസ്റ്റ്, ലെറ്റ് മീ ടേക്ക് റെസ്റ്റ്. ഇതിനിടയിൽ നമ്മളൊരു ടേക്കും കൂടി വെച്ച് കൊടുക്കണം കേട്ടോ. അത് കുറച്ചൊരു വ്യത്യാസമുണ്ട് മറ്റുള്ളതിൽ നിന്ന്. ലെറ്റ് മീ ടേക്ക് റെസ്റ്റ്. ഓക്കെ. അപ്പോൾ ലെറ്റ് മീക്ക് ശേഷം നമ്മൾ എപ്പോഴും ഒരു ആക്ഷൻ വെച്ച് കൊടുക്കണം. എന്നാലാണ് ഇങ്ങനെയുള്ള സംസാരിക്കാൻ പറ്റും. ഇനി ലെറ്റ് വെച്ചിട്ട് നമുക്ക് വേറൊരു യൂസേജ് നോക്കിയാലോ. ലെറ്റ് അസ്, ഇതിൻ്റെ ഷോർട്ട് ഫോമാണ് ലെറ്റ്സ്. ലെറ്റ്സ് ആവാം എന്നൊക്കെയാണ് അർത്ഥം. നമുക്ക് പോകാം, എങ്ങനെ പറയും? ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. നമുക്ക് എഴുതാം, ലെറ്റ്സ് റൈറ്റ്. നമുക്ക് കളിക്കാം, ലെറ്റ്സ് പ്ലേ, ലെറ്റ്സ് പ്ലേ. നമുക്കുറങ്ങാം, ലെറ്റ്സ് സ്ലീപ്പ്. നമുക്ക് കളിക്കാം, ലെറ്റ്സ് പ്ലേ, ലെറ്റ്സ് പ്ലേ. മനസ്സിലായല്ലോ? ലെറ്റ്സിന് ശേഷം നമ്മളെപ്പോഴും വെർബിൻ്റെ ഫസ്റ്റ് ഫോം വയ്ക്കാം കേട്ടോ. വെർബിൻ്റെ ഫസ്റ്റ് ഫോം വയ്ക്കാം. Then if you are new here, please don't forget to subscribe, like and share my channel. Thank you.